മനോഹരമായ നെൽപ്പാടങ്ങളുണ്ടെന്ന് കേട്ടു. അപ്പോൾ ആ നെൽപ്പാടങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. നെൽപ്പാടം കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. ഈ തായ്ലൻഡിലെ നെൽപ്പാടം കുറേ കണ്ടായിരുന്നു, എന്നാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. പക്ഷെ പോണ വഴിക്ക് ഒരു മാർക്കറ്റ് കണ്ടു, ലോക്കൽ വില്ലേജ് മാർക്കറ്റ്. അപ്പോൾ എന്നാൽ പിന്നെ മാർക്കറ്റ് കയറിയേക്കാന്ന് കരുതി. നെൽപ്പാടത്തിനേക്കാൾ നല്ല ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇന്ത്യക്കാരൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അതൊന്ന് കയറി കാണാമെന്ന് കരുതി. അപ്പോൾ മാർക്കറ്റ് ഇതാണ്. മാർക്കറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചി എന്നാണ് തുടങ്ങുന്നത്. ഫ്രഷ് ഇറച്ചി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി സോസേജൊക്കെയാണ് മുമ്പിലുള്ളത്. എന്ത് തേങ്ങയാണെന്നൊന്നും അറിയത്തില്ല. ഇടുക്കൻ സോസേജസ് ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട് തുടക്കത്തിൽ തന്നെ. ബേസിക്കലി ഇവിടുത്തെ ഒരു വെജിറ്റബിൾ കം ഫുഡ് മാർക്കറ്റാണ്. ടൗണിലുള്ളതല്ല, നിറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ഗ്രാമപ്രദേശത്തിലാണെങ്കിലും വെജിറ്റബിൾസ് കുറേ ഉണ്ട്. പോർക്ക് ഫ്രൈ, പോർക്കിൻ്റെ പല സാധനങ്ങൾ, വെജിറ്റബിൾസ്, കുക്ക്ഡ് ഐറ്റംസ്, അങ്ങനെ കുറേ ഉണ്ട്. വെളുത്തുള്ളി, ചെറിയുള്ളി, വാഴയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ, മുളക്, വിട്ട്, നീരാളി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഞണ്ട്, കക്ക, ചെമ്മീൻ, ദുരിയാൻ. ഇതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ്. നമ്മുടെ ഓൾമോസ്റ്റ് മാർക്കറ്റുള്ള കുറച്ചുകൂടെ വൃത്തിയുണ്ട് ഇട്ടുണ്ട്. അങ്ങനെ പടപടയെന്ന് മാർക്കറ്റ് കണ്ടിട്ട് ഇറങ്ങി. സമയം 3:30. 5 മണിയാകുമ്പം ഞാനിന്ന് എൻ്റെ കാറ് റിട്ടേൺ ചെയ്യുക. 5 മണിയാകുമ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ തിരിച്ചു പോയേക്കാം. അപ്പോൾ അങ്ങനെ തിരിച്ച് കോണ്ടോയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കും. കടയിൽ പോയി അവർ വരുന്നതിന് മുമ്പേ ആ വണ്ടി കൊടുത്തിടണം കൃത്യം 5 മണിക്ക്. ഉപവൻ രാജധാനി സ്ട്രീറ്റ് വാക്ക്. ഇതൊരു ഷോപ്പിംഗ് സ്ക്വയറാണ്. കഫേ ആമസോണുണ്ട്, ബാറുകളുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് ഈ വണ്ടികളൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ എവിടെ പോയാവും ആയിരുന്നോ. ഷോപ്സ് കുറേ ഉണ്ട് ഇവിടെ. പുൻതായി കോഫി, ആമസോൺ കൂടാതെ പുൻതായി കോഫിയുണ്ട്, ഇൻതാനിൻ കോഫിയുണ്ട്. ഇതവിടെ ബിഗ്, ഇതവിടെ മെക്ഡൊണാൾഡ്സ്. നല്ല രീതിയാണ്. ലോണ്ട്രി ഉണ്ട് ഇവിടെ, ലോണ്ട്രോമാറ്റ്, അതൊന്ന് തുണിയിറക്കാം. ഡെൻ്റൽ ക്ലിനിക്സ്. ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കുകൾ കുറേ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഡെൻ്റൽ സ്പേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വേറൊരു ക്ലിനിക്കുണ്ട്. ഇവരെല്ലാം ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് കാരണം ബോട്ടോക്സ് ഇഞ്ചക്ഷനും ഡെൻ്റൽ കെയറും ഇവരെ കാണാനുള്ള മെയിൻ ബാങ്ക്. ഇവർ മെയിൻ കാശിനകത്ത് കുറേ മുടക്കുന്നുണ്ട്. പല്ല് നേരെയാക്കലും കളർ വെപ്പിക്കലും ബോട്ടക്സും ഒക്കെ. ബോട്ടക്സ് എന്ന് ഞാൻ പറഞ്ഞത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഇവിടെ ഭയങ്കര കോമൺ കേട്ടോ. താടി ശരിയാക്കുക, നെറ്റി ശരിയാക്കുക, ചുണ്ട് ശരിയാക്കുക, മൂക്ക് ശരിയാക്കുക, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എക്സ്ട്രീംലി ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഇവിടെ തടിയുള്ള ആൾക്കാരെ കാണാൻ വളരെ റെയറാണ്, ഉണ്ടെങ്കിലും വളരെ റെയറാണ്. എല്ലാവരും ഭയങ്കര സ്കിന്നി ആയിട്ടിരിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് ഉബോൺ സ്ക്വയർ കണ്ടില്ലേ, ആ പെണ്ണെ കണ്ടില്ലേ എന്തും മെരിഞ്ഞിരിക്കാന്ന് നോക്കി. കഴിഞ്ഞ പല സ്ട്രീറ്റുകളും ഇതുപോലെ ഇവിടുത്തെ മാർക്കറ്റുകളായിട്ട് മാറും. ഡ്രസ്സും സാധനങ്ങളും കച്ചവടം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആൾക്കാർ അധികമൊന്നും കാണുന്നില്ല. നമ്മളവിടുത്തെ പോലെ അത്ര ആൾക്കാരൊന്നും കാണുന്നില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് മാർക്കറ്റ്, നൈറ്റ് മാർക്കറ്റെല്ലാം ആക്റ്റീവ് ആവും. അതുപോലെ വൈകുന്നേരം കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ബാൻഡ് കണ്ടോ, ലൈവ് ബാൻഡും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബീറൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ആക്റ്റീവായിട്ടില്ല, കുറേ കഴിയുമ്പോൾ അതെല്ലാം ആക്റ്റീവ് ആവും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഇവിടെ 5 മണി 5:30 ആയിട്ടുള്ളൂ.
പിന്നെ 2 സൈഡാണ്. ഒരു സൈഡ് അവർ ക്ലോസ് ചെയ്യും, ഒരു സൈഡ് ക്ലോസ് ചെയ്തു, മറ്റേ സൈഡ് ക്ലോസ് ചെയ്തിട്ട് നൈറ്റ് മാർക്കറ്റാണ്. ഈവനിങ്ങിൽ ഒരുപാട് പരിപാടികളുണ്ടാവും ഇവിടെ. അതുകൊണ്ട് ഈ സൈഡ് മാത്രം ട്രാഫിക് ആവും. അധികം വണ്ടികളൊന്നും ഇല്ലാതെ കാരണം ഇതിവിടെ മാനേജബിളാണ്. ഇതുപോലെയാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ്സ്. ആക്റ്റീവായിട്ടില്ല, ആക്റ്റീവായിരുന്നുള്ളൂ. ഷവർമയൊക്കെ സെറ്റായി വരുന്നു. ഇവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ അതേപോലെ വെള്ളമടിക്കാനുള്ള അവസരമുണ്ട്. വൈകുന്നേരം അവിടെ പോയിരുന്നെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഉണ്ടല്ലോ, ഇവരൊക്കെ എല്ലാവരും ഈ ഇതുപോലുള്ള വണ്ടികളിലൊക്കെ അവരുടെ കാറുകളിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരം കച്ചവടം ചെയ്യലാണ് ഇവിടുത്തെ ഒരു മെയിൻ വരുമാന മാർഗം. വൈകുന്നേരമാണ് ഇവിടുത്തെ കച്ചവടം നടക്കുന്നത്. ടീഷർട്ട്സ്, ഷർട്ട്സ്, 90 ബാത്തിൻ്റെ എന്ത് സാധനമാണ്, പെർഫ്യൂം സാധനമാണ്, ഷർട്ടുകളാണ് എല്ലാം തൂക്കി തുടങ്ങി. അവിടെ ഫുഡ്, ഇവിടെ വെള്ളം, ഫുഡൊക്കെ സെറ്റാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ ബിഗ് സി മോളിലെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ, നമ്മുടെ അടുത്തെ ഫൺ ലാൻഡൊക്കെ പോലെ കുറേ സാധനങ്ങൾ. അങ്ങനെ ഉബോൺ രാജധാനിയിലെ ലാസ്റ്റ് ഡേ. ഉടനെ തന്നെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അതിനു മുമ്പുള്ള മഴക്കാറാണ് കാണുന്നത്. ഇത് തകർക്കും എന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല കിടലം മഴക്കാറ്. ഇതാണ് അപ്പാർട്ട്മെൻറ്റ് വേറൊരു സൈഡ്, ബാൽക്കണി. അകലെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്ന പോർഷൻ കാണാം. ആ പോർഷനിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പോർഷനിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ ചാറ്റിലേ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇടിമിന്നലും ഇടിവെട്ടുമൊക്കെ ഉണ്ടാകുന്ന മഴയാണ്. ഉബോൺ രാജധാനിയിലെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. കുഞ്ഞ് എയർപോർട്ട്. നമ്മുടെ അടുത്ത എയർപോർട്ടിലെ കഥകളിയൊക്കെ പോലെ ഇവിടെയും ഇവരുടേതായ രൂപങ്ങളൊക്കെ. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അറ്റമെത്തി. ഡൊമസ്റ്റിക് അവിടെ അറൈവൽസാണ്.